വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഒരു അനാസ്ഥയുടെ ഭാഗം കൂടിയാണിത്. കാരണം ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ നമുക്കറിയാം. അന്ന് 2 മന്ത്രിമാർ ആ സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ പ്രത്യേകമായി ഉപയോഗിക്കാത്ത മേഖലയാണ് എന്ന് പറയുകയും ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഉണ്ടാകേണ്ട ഒരു രക്ഷിക്കാനുള്ള ശ്രമം ഇല്ലാതായിപ്പോയത്. അതിൻ്റെ ഇരയാണ് ഈ മരണപ്പെട്ട സഹോദരി എന്ന് നമുക്കറിയാം. തീർച്ചയായും ഇത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ കേരളം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾക്ക് സർക്കാർ തന്നെയാണ് ഉത്തരവാദി. കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം വെൽഫെയർ പാർട്ടിയും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള കാരണം കേരളത്തിലെ ആരോഗ്യമേഖല നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ആരോഗ്യമേഖലയെക്കുറിച്ച് സൂക്ഷ്മമായ വിശകലനം നടത്തിയാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരോഗ്യമേഖല നേരിടുന്നത് കാണാൻ സാധിക്കും. ഇത് കേവലമായ ഒരു വാചക കസരത്ത് കൊണ്ട് തീർക്കാവുന്നതല്ല കേരളത്തിലെ ആരോഗ്യമേഖലയുടെ പ്രശ്നം. ഉദാഹരണമായി കഴിഞ്ഞ 9 വർഷമായി LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉണ്ടാകണമെന്ന നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ആണ് കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. ഇതുവരെയും അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടില്ല. 9 വർഷം കേരളം ഭരിച്ച ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല? ഏറ്റവും പിന്നോക്കമായ 2 ജില്ലയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളൊക്കെ സ്ഥിതി പരിശോധിക്കാനൊക്കെ തീരുമാനിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കൃത്യമായ അന്വേഷണം നടത്തി സമഗ്രമായ പരിഷ്കരണത്തിന് തയ്യാറാവും. ഈ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് സംഭവിച്ചു എന്നത് കുറേ കൂടി സൂക്ഷ്മമായ അന്വേഷണം നടത്തണം. ആശുപത്രി വികസന സമിതിയുടെ അധ്യക്ഷനാണ് കലക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ തന്നെയാണോ അന്വേഷണ ചുമതല ഏൽപ്പിക്കേണ്ടത് എന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ആശുപത്രി വികസന സമിതിക്കാണ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് ഇതിനെ ഗൗരവത്തിലെടുത്ത് ആരോഗ്യമേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കമാണ് കേരള ഗവൺമെൻറ് നടത്തേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ ചെറിയ ഹോസ്പിറ്റൽ മുതൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മുതൽ പലതിൻ്റെയും പ്രശ്നങ്ങൾ ഈ സ്വഭാവത്തിൽ പരിശോധിക്കേണ്ട ഘട്ടമാണ്. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഒടുവിലത്തെ സൂചനയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവം നൽകുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയെ മാറ്റി നിർത്തണം എന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. അവരുടെ ചികിത്സയും മറ്റും സർക്കാർ ഏറ്റെടുത്തത് സന്തോഷകരമാണ്. വെൽഫെയർ പാർട്ടിയും ആവശ്യപ്പെട്ടത് ആവശ്യമായ ആശ്വാസധനം നൽകുന്നതോടൊപ്പം കുടുംബത്തിലെ ജോലി നൽകണമെന്നാണ്. ഇപ്പോൾ സ്ഥിരം ജോലി നൽകണമെന്ന് അന്ന് തന്നെ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ആ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ ഗവൺമെൻറ്റും പൊതുസമൂഹവും ഒരുമിച്ച് നിന്നു എന്നതും സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളിന്ന് കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. കുടുംബത്തെ ആശ്വാസകരമാകുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഇത്തരം അപകടങ്ങൾ ഇല്ലാതായിരിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.